വരുണിന്റെ ബോഡി മാറ്റിക്കുഴിച്ചിട്ടത് ജോർജ് കുട്ടിയുടെ തോട്ടത്തിൽ തന്നെയാണെന്ന് സഹദേവനിൽ നിന്നറിഞ്ഞ ഗീതയും പ്രഭാകറും സഹദേവനോട് പറഞ്ഞു. ജോർജ് കുട്ടിയുടെ സ്ഥലം മുഴുവൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡാർ ഉപയോഗിച്ച് മണ്ണിനടിയിൽ എവിടെയെങ്കിലും ബോഡിയുണ്ടോയെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തതാണ്. ഒന്നും തന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. ഇത് കേട്ട് സാം അവരോട് ചോദിച്ചു, നിങ്ങളുടെ സ്ഥലത്ത് ചെക്ക് ചെയ്തിരുന്നോ? ജോർജ് കുട്ടിയെ നിരീക്ഷിക്കാൻ നിങ്ങൾ വാങ്ങിയ നിങ്ങളുടെ സ്ഥലത്ത്? ഒരു ഭീതിയോടെ അവർ അത് ചിന്തിക്കാൻ ആരംഭിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഗീത സഹദേവനോട് പറഞ്ഞു, നീ കുഴിച്ചിട്ട ആ സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോ. ഉടനെ തന്നെ സഹദേവൻ അവരെയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തി താൻ കുഴിച്ചിട്ട സ്ഥലം ഓർത്തെടുക്കാൻ സഹദേവനോട് സാം ആവശ്യപ്പെട്ടു. അവരുടെ ഊഹം ശരിയായിരുന്നു. സഹദേവൻ അന്ന് കുഴിച്ചിട്ടത് ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ച അവരുടെ സ്ഥലത്ത് തന്നെയായിരുന്നു. ഗീത പറഞ്ഞു, ഇപ്പൊ തന്നെ ഇവിടെ കുഴിച്ചു നോക്കണം. എനിക്കറിയണം വരുൺ ഇവിടെ ഉണ്ടോന്ന്. ഇത് കേട്ട് സാം പറഞ്ഞു, നമുക്കിത് ഒഫീഷ്യലായിട്ട് തന്നെ ചെയ്യാം. ജോർജ് കുട്ടിക്കെതിരെയുള്ള എവിഡൻസ് എന്തായാലും നമുക്കിവിടുന്ന് കിട്ടും. ഇത് കേട്ട് ഗീത സാമിനോട് പറഞ്ഞു, സാം, ഞാൻ വന്നത് ജോർജ് കുട്ടിക്ക് വേണ്ടിയല്ല, എന്റെ മകനെ കണ്ടുപിടിക്കാനാണ്. ഇത്രയും നാൾ മനസ്സുകൊണ്ട് ആ പഴയ പോലീസുകാരിയായാണ് ഞാൻ അവനെ അന്വേഷിച്ചത്. ഇപ്പോൾ ഒരു അമ്മ മാത്രമായി ഞാൻ അവനെ തിരയുവാണ്. എനിക്ക് അവനെ മാത്രം മതി. ഗീത കണ്ണു നിറഞ്ഞു പറഞ്ഞു. എല്ലാം സമ്മതിച്ചെന്ന പോലെ സാം അവിടുന്ന് കുഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അതിനുള്ള ആളുകൾ വന്നു. ഏറെ നേരത്തെ കുഴിക്കലിന് ശേഷം ആ കുഴിയിൽ നിന്നും ഒരു ശവപ്പെട്ടി അവർക്ക് കിട്ടി. അവരതെല്ലാവരെയും അറിയിച്ചു. ഉടനെ തന്നെ ആ ശവപ്പെട്ടി അവർ പൊളിക്കാൻ ആരംഭിച്ചു. അവരെ ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച. വരുന്നിൻ്റേത് എന്ന് തോന്നിപ്പിക്കും വിധം ഒരു ചെറുപ്പക്കാരന്റെ അഴുകാത്ത ബോഡി. ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ ഗീത അൺകോൺഷ്യസ് ആവുന്നു. പ്രഭാകറും സാമും ഗീതയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. സാം വണ്ടിയെടുക്കുന്നു. ഒരു നിമിഷം ദൂരേക്ക് സാം സൂക്ഷിച്ചു നോക്കുന്നു. സാമിന് കാണാമായിരുന്നു. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ജനാലയിൽ കൂടി ജോർജ് കുട്ടി തങ്ങളെ നോക്കി നിൽക്കുന്നത്. തങ്ങളുടെ അടുത്ത വരവും പ്രതീക്ഷിച്ചുകൊണ്ട്